ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ളൊരു മുഗലായി ചിക്കൻ കറി തയ്യാറാക്കിയെടുക്കാം. 1 കിലോ അളവിലുള്ള ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ നേരത്തേക്ക് ചിക്കൻ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ കറി തയ്യാറാക്കാനായി തുടങ്ങാം. അതിനായി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. ബട്ടർ എല്ലാം ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് 1 ബേ ലീഫ്, 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, 10 ഗ്രാമ്പു, 7 ഏലക്ക ഇത്രയും ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 8 അല്ലി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് 3 വലിയ സവാള മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഈ ഉള്ളിയുടെ പേസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 പിടി കുതിർത്തെടുത്ത ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും 1 കപ്പ് തൈരും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടു വരുമ്പോഴേക്കും ഒരു 6-7 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ചിക്കൻ ഒന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്നു മാറ്റി ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇനി ചിക്കൻ കറിയുടെ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള നട്ട്സിൻ്റെയും തൈരിൻ്റെയും മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
കറിയുടെ മുകളിലായി കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി വേണ്ടത് ചിക്കൻ കറിയുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മുഗലായി ചിക്കൻ കറി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും റൈസിൻ്റെയും ഒക്കെ കൂടെ തന്നെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ മുഗലായി ചിക്കൻ കറി. ഇനി ചിക്കൻ വാങ്ങുമ്പോൾ ഇങ്ങനെയൊരു റെസിപ്പി ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കാൻ മറക്കരുതേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അതുപോലെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്